Good evening all. Welcome to Civilianz. ഇപ്പോൾ ഇന്ന് നമുക്ക് നടന്നത് കാറ്റഗറി നമ്പർ 413/2019 ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ആണ്. കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷനിലേക്കുള്ള ഒരു എക്സാം ആണ് നമ്മൾ ഇന്ന് എഴുതിയത്. അപ്പോൾ എല്ലാവർക്കും എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. എക്സാം എങ്ങനെയിരുന്നു? എളുപ്പമായിരുന്നോ? ഓക്കെ, അപ്പോൾ ആരും ഒന്നും പറയുന്നില്ല. ഓക്കെ, ഫെബിൻ പറയുന്നുണ്ട് ഈസി ആയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ പൊതുവെ നമുക്ക് നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടും നമ്മൾ സാധാരണയായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ടോപ്പിക്സ് എന്നൊക്കെ തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പോൾ ഒരു എന്താണ് പറയുക, സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അപ്പോൾ നല്ല ഫുള്ളായിട്ട് നല്ല കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ പഠിച്ചു പോയവർക്കെല്ലാം തന്നെ കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു എക്സാം പേപ്പർ ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടത്. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ നിമിയുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേര് സിമ്പിൾ ആയിരുന്നു എന്ന് പറയുന്നു, നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്, ആവറേജ് ആയിരുന്നു എന്നും പറയുന്നവരുണ്ട്. ആവറേജ് ക്വസ്റ്റ്യൻ എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം, കാരണം കുറച്ച് പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നു. പക്ഷെ എല്ലാം തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നിമിയുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്, പഠിപ്പിക്കുന്ന പോർഷൻസ് നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സബ്ജക്ട് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് ചെക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. ഓക്കെ, സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പൊ ഈ അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, സർവേയിൽ നിന്ന് നമുക്ക് 15 മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബിൽഡിംഗ് എസ്റ്റിമേഷനിൽ 13 ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ വന്നിരിക്കുന്നത് ഈ 3 സബ്ജക്റ്റിനാണ്: സർവേയിങ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് ബിൽഡിംഗ് എസ്റ്റിമേഷൻ. ബാക്കിയുള്ള സബ്ജക്ട്സ് നോക്കി കഴിഞ്ഞാൽ ബിൽഡിംഗ് മെറ്റീരിയൽസിന് 9 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദെൻ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് 6 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ട്. ദെൻ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ നമുക്ക് 2 ക്വസ്റ്റ്യൻ ആണുള്ളത്. കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്ലൈഡ് മെക്കാനിക്സിൽ നിന്നും 7 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗ് 6 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ RCCയിൽ 6 ക്വസ്റ്റ്യൻ ഉണ്ട്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1 ക്വസ്റ്റ്യനേ ചോദിച്ചിട്ടുള്ളൂ. സ്റ്റീൽ സ്ട്രക്ചേഴ്സിലും 1 ക്വസ്റ്റ്യൻ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. റെയിൽവേ എഞ്ചിനീയറിംഗിൽ 2 ടോപ്പിക്സ് ഉണ്ട്. പിന്നെ അതേഴ്സ് എന്ന് പറയുന്ന, അതായത് നമുക്ക് ഈ സബ്ജക്ട്സിലൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത അതേഴ്സ് ആയിട്ട് 2 ക്വസ്റ്റ്യൻസും നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ കാണുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ഓർ സബ്ജക്ട് വൈസ് അനാലിസിസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് മൂവ് ചെയ്യാം. കട്ട് ഓഫ് എത്രയായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ സെഷൻ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് പോൾ ചെയ്യാനുള്ള ഒരു ലിങ്ക് ചാറ്റ് ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പൊ അതിൽ നിങ്ങൾക്ക് കിട്ടിയ കട്ട് ഓഫ് എത്രയാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ടോട്ടൽ മാർക്ക് എത്രയാണോ നിങ്ങൾ ഒന്ന് പോസ്റ്റ് ചെയ്യുക. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്ത് എല്ലാവരും ഒന്ന് പോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ച് കമ്പയർ ചെയ്ത് നമുക്ക് കട്ട് ഓഫ് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും ശ്രദ്ധയ്ക്കാണ്, ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഈ സെഷന്റെ ലാസ്റ്റ് നമുക്ക് ചാറ്റ് ബോക്സിൽ പോൾ ചെയ്യാനുള്ള ഒരു ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ മാർക്സ് എത്രയാണോ അത് നിങ്ങൾക്ക് അതിലേക്ക് എൻട്രി ചെയ്യാം. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഒരു കട്ട് ഓഫ് എത്ര വരും എന്നുള്ളത് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ഡിസ്കഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡിസ്ക്രിപ്പൻസി തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഈ ക്വസ്റ്റിന്റെ ആൻസറിൽ ഒരു ഡൗട്ട് ഉണ്ട് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും റെഫർ ചെയ്തിട്ട് പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്പൻസി തോന്നിയാലും കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ നമുക്ക് ടൈം കളയാതെ തന്നെ ഡിസ്കഷനിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: തിക്നെസ് ഓഫ് ദ സെന്റർ ലൈൻ ആൻഡ് ലോക്കസ് ലൈൻ ഇസ്. അപ്പൊ ആൻസർ വരുന്നത് 20 mm ആണ്. നമുക്ക് ഗ്രാഫിക്സിൽ വരുന്ന ഒരു ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ ബി 20 mm. അടുത്തത് ആംഗിൾ ഇസ് ഫോംഡ് ബിറ്റ്വീൻ 2 സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടും ജനറൽ ആയിട്ടും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ആംഗിൾ ഇസ് ഫോംഡ് ബിറ്റ്വീൻ 2 സ്ട്രെയിറ്റ് ലൈൻസ്, ഓപ്ഷൻ ബി. അടുത്തത് സ്കെയിൽ റെപ്രസെന്റിംഗ് 3 ഡിഫറെന്റ് യൂണിറ്റ്സ് സച്ച് ആസ് മീറ്റർ, ഡെസിമീറ്റർ ആൻഡ് സെന്റിമീറ്റർ. ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇത് കണ്ടിട്ടുണ്ട്. ആൻസർ വരുന്നത് ഡയഗണൽ സ്കെയിൽ ആണ്. ഇനി പ്ലെയിൻ സ്കെയിൽ ആണെങ്കിൽ 2 ഡയമെൻഷൻസ് ആണ് വരിക. വെർണിയർ സ്കെയിൽ ആകുമ്പോൾ അതിന്റെ കൂടെ ഒരു വെർണിയറും കൂടി അറ്റാച്ച്ഡ് ആയിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഡയഗണൽ സ്കെയിൽ 3 ഡയമെൻഷൻസ്,
പ്ലെയിൻ സ്കെയിൽ 2 dimensions ആണ്. Fourth question, an ellipse has dash vertices and foci. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് പ്രാവശ്യം ഗ്രാഫിക്സിൽ നമ്മൾ പഠിക്കുന്നതാണ്, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ കാണുന്നതാണ്. എലിപ്സ് ആവുമ്പോൾ 2 വെർട്ടിസസും ഉണ്ട്, 2 ഫോക്കസും ഉണ്ട്. സോ ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് 2, 2. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഗ്രേഡ് ഓഫ് പെൻസിൽ ഇസ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് ആരോ ഹെഡ്സ്? നമുക്കറിയാം നമ്മൾ ഡയമെൻഷനിങ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? 2H പെൻസിലാണ് നമ്മൾ ഡയമെൻഷനിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോ ഹെഡ്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന പെൻസിൽ ഏതാണ്? 2H പെൻസിൽ തന്നെയാണ് യൂസ് ചെയ്യുക. സോ ഓപ്ഷൻ ബി ആണ് വരിക 2H. ഇനി ഫോളോയിങ് ഈസ് ആൻ എൻലാർജ്ഡ് സ്കെയിൽ. അപ്പോൾ ഇവിടെ ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 4 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നതിനകത്ത് ആദ്യത്തേത് റെഡ്യൂസ്ഡ് സ്കെയിലാണ്. നമുക്കറിയാം മാപ്പ്, ബിൽഡിംഗ് പ്ലാൻസ് അതെല്ലാം റെഡ്യൂസ്ഡ് സ്കെയിലാണ്. 1:1 എന്ന് പറയുമ്പോൾ ഫുൾ സ്കെയിലാണ്. ഓപ്ഷൻ സി ആൻഡ് ഡി എൻലാർജ്ഡ് സ്കെയിലാണ്. അപ്പൊ നമുക്ക് 2 ആൻസേഴ്സ് വരാനുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട്. അപ്പൊ 2 ആൻസർ എഴുതിയാലും മാർക്ക് കിട്ടേണ്ടതാണ്. അതിന് ആൻസർ കീ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഇത് രണ്ടും കറക്റ്റ് ആണ്. 2:1 3:1 എൻലാർജ്ഡ് സ്കെയിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ സ്പീഡ് കൂടുതലാണെങ്കിൽ നിങ്ങൾ പറയുക, ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം. സ്പീഡ് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. എല്ലാവർക്കും സ്പീഡ് ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്, സിയും ഡിയും ആൻസർ ആണ്. 2:1 and 3:1. Now, 7th question, the front view of a line perpendicular to. അപ്പോൾ ഇത് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇവിടെ പെർപെൻഡിക്കുലർ ടു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വെർട്ടിക്കൽ പ്ലെയിൻ ആണോ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഫ്രണ്ട് വ്യൂ ഓഫ് എ ലൈൻ പെർപെൻഡിക്കുലർ ടു വെർട്ടിക്കൽ പ്ലെയിൻ ആണെങ്കിൽ നമുക്ക് ആൻസർ പോയിന്റ് എന്ന് വരും. ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണെങ്കിൽ ആൻസർ ലൈൻ ഓഫ് ട്രൂ ലെങ്ത് എന്നും വരും. ഓക്കെ, അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും വരാനായിട്ട് ഉണ്ട്, പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് നമുക്കറിയില്ല. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണ്, ഒന്നും പറഞ്ഞിട്ടില്ല. ഫ്രണ്ട് വ്യൂ ഓഫ് എ ലൈൻ പെർപെൻഡിക്കുലർ ടു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പെർപെൻഡിക്കുലർ ടു വെർട്ടിക്കൽ പ്ലെയിൻ ആണെങ്കിൽ പോയിന്റ് വരും, ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണെങ്കിൽ ലൈൻ ഓഫ് ട്രൂ ലെങ്ത്തും വരും. അത് ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ആൻസേഴ്സ് ഒന്നും മാർക്ക് ചെയ്യാത്തത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8, 10 centimeter is equal to dash decimeter. അപ്പൊ ഇത് നമുക്ക് എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ 1 decimeter എന്ന് പറയുന്നത് 10⁻⁻1 മീറ്റർ ആണ് അല്ലെ, അതായത് 0.1 മീറ്റർ ആണ് 1 decimeter എന്ന് പറയും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ 10 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 0.1 മീറ്റർ ആണ് അല്ലെ. അപ്പോൾ 0.1 മീറ്റർ ഇസ് ഈക്വൽ ടു 1 decimeter. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് മെഷർമെന്റ് ഈസ് ഇൻ ട്രസ്സസ് ഫോർ സ്റ്റീൽ വർക്ക്സ് ആൻഡ് ഇറ്റ്സ് പാർട്സ്. അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്ന മെഷർമെന്റ് യൂണിറ്റ് ആണ്. നമ്മൾ സ്റ്റീൽ വർക്ക് ചെയ്യുമ്പോൾ ട്രസ്സസിൽ ഏത് യൂണിറ്റ് കൊടുക്കണം എന്നാണ്. നമുക്കറിയാം കിൻഡൽ ആണ്. നമ്മൾ സാധാരണയായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്ന ഒരു ചോദ്യമാണ്. സോ കിൻഡൽ ആണ് ആൻസർ വരിക. Now question number 10, 1 cubic meter of mild steel weights. അതായത് നമുക്ക് സ്റ്റീലിന്റെ ഡെൻസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതും നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം നമ്മൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റീലിന്റെ ഡെൻസിറ്റി എത്രയാണ്? 7850 kg. അതാണ് സ്റ്റീലിന്റെ ഡെൻസിറ്റി പെർ മീറ്റർ ക്യൂബ്. Now question number 11, the rate of payment is made for 100 meter cube in case of. 100 മീറ്റർ ക്യൂബിൽ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന വർക്ക് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഓൾ ഓഫ് ദീസ് ആണ്, എല്ലാം 100 മീറ്റർ ക്യൂബിൽ ചെയ്യുന്നതാണ്. Now question number 12, which area is included in floor area? നമ്മുടെ ഫ്ലോർ ഏരിയയിൽ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ഇൻക്ലൂഡഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വാൾസ്, സപ്പോർട്ടഡ് പോർച്ച്, വരാന്ത ഒന്നും ഇൻക്ലൂഡഡ് അല്ല. ആൻസർ വരുന്നത് ബാൽക്കണീസ് ആണ്. ബാൽക്കണീസ് മാത്രമാണ് നമ്മൾ ഫ്ലോർ ഏരിയയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്.
ക്വസ്റ്റ്യൻ നമ്പർ 30. ഇതും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചോദ്യമാണ്. ഡാം പ്രൂഫ് കോഴ്സ് ഇസ് മെഷേർഡ് ഇൻ. ഇത് നമുക്ക് എസ്റ്റിമേഷനിൽ വരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അത് മെഷർമെന്റ് യൂണിറ്റ് ആണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡാം പ്രൂഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ക്വയർ മീറ്റർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയറിലാണ് നമ്മൾ മെഷർ ചെയ്യുക. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14. വാട്ട് ഇസ് സ്ക്രാപ്പ് വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് യൂട്ടിലിറ്റി പീരീഡ് ഓഫ് ബിൽഡിംഗ്? നമുക്കറിയാം സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വാല്യൂ ഓഫ് ദ ബിൽഡിംഗ് ആഫ്റ്റർ ബീയിങ് ഡിസ്മാൻഡിൽഡ് അല്ലെ. അപ്പൊ അതായത് നമുക്ക് സ്ക്രാപ്പ് വാല്യൂ ഉള്ള സാധനങ്ങൾ സ്റ്റീല്, ടിമ്പർ, ബ്രിക്ക്, ഇതിനൊക്കെയാണ് സ്ക്രാപ്പ് വാല്യൂ ഉള്ളത്. അപ്പൊ നമ്മൾ ബിൽഡിംഗ് ഇടിച്ച് കളഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വാല്യൂ കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പൊ അത് എത്രയായിരിക്കും ആ വാല്യൂ എന്നുള്ളതാണ് ചോദ്യം. 10% നമുക്ക് സ്ക്രാപ്പ് വാല്യൂ വരിക. ഇതും ബിൽഡിംഗ് എസ്റ്റിമേഷനിലെ ഒരു ചോദ്യമാണ്. വാല്യുവേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. Now, question number 15. How much cubic meter cube of cement is equal to 1 bag of cement? Okay, അപ്പോൾ ഒരു ബാഗ് ഓഫ് സിമെന്റിന്റെ വോളിയം ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം 1 ബാഗ് ഓഫ് സിമെന്റ് എന്ന് പറയുന്നത് 0.0345 മീറ്റർ ക്യൂബ് ആണ്. ഒരു ബാഗ് സിമെന്റിന്റെ വെയിറ്റ് 50 kg ആണ്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വോളിയം ആണ്. ഇപ്പൊ 0.034 മീറ്റർ ക്യൂബ്. ശരിക്കും 0.0345 മീറ്റർ ക്യൂബ് എന്നാണ് നമ്മൾ എല്ലായിടത്തും പഠിക്കാറുള്ളത്. അപ്പൊ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. Now, question number 16. What is the name of the useful area or livable area in the building? അപ്പൊ ഇത് നമുക്കറിയാം കാർപ്പറ്റ് ഏരിയ ആണ് നമ്മുടെ യൂസബിൾ ഏരിയ എന്ന് പറയുന്നത്. ഇതും ബേസിക്സ് ആണ്, നമുക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, കാർപ്പറ്റ് ഏരിയ. Now, question number 17. Which estimate is called item rate estimate? അപ്പൊ ഇതിന്റെ ആൻസർ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ്. ബാക്കി നമുക്കറിയാം പ്ലിന്ത് ഏരിയ, അബ്സ്ട്രാക്ട്, പ്രിലിമിനറി. ഇതിലൊന്നും നമ്മൾ ഐറ്റം റേറ്റ് വരുന്നില്ല, ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നില്ല. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. Question number 18. What is the unit of measurement in MKS for brickwork of thin partition wall? വീണ്ടും എസ്റ്റിമേഷനിൽ തന്നെ യൂണിറ്റ് ഓഫ് മെഷർമെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ MKS സിസ്റ്റത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം മീറ്റർ കിലോഗ്രാം ഫോഴ്സ് സെക്കൻഡ്, അതാണ് MKS സിസ്റ്റം എന്ന് പറയാം. അപ്പൊ ആൻസർ നമുക്ക് എന്താണ് വരിക? സ്ക്വയർ മീറ്റർ ആണ് വരിക, അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ ആണ് ആൻസർ. ഓപ്ഷൻ ഡി. Now, question number 19. വീണ്ടും യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ യൂണിറ്റ് മെഷർമെന്റ് ഇൻ ദ എക്സ്കവേഷൻ ഓഫ് ഫൗണ്ടേഷൻ? നമ്മൾ ബേസിക് ആയിട്ട് എപ്പോഴും പഠിക്കുന്നതാണ് എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷന്റെ യൂണിറ്റ്. ഏതാണ് വരിക? മീറ്റർ ക്യൂബ് ആണ് വരിക. ഓപ്ഷൻ എ. ഇതിലൊന്നും ആർക്കും ഡൗട്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. Now, question number 20. അപ്പൊ question number 20 പറയുന്നത് ടോട്ടൽ എസ്റ്റിമേറ്റ് കോസ്റ്റ് ഓഫ് എ ബിൽഡിംഗ് സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈ വർക്ക് യൂഷ്വലി അക്കൗണ്ട് ഫോർ. അപ്പൊ ഇതിൽ നമുക്കറിയാം നമ്മൾ കുറെ പെർസെൻറ്റേജസ് പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് ആണെങ്കിൽ 10% ദെൻ കണ്ടിൻജൻസീസ് ആണെങ്കിൽ 3 to 5% വരും. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈ ആണെങ്കിൽ 8%. ഇലക്ട്രിഫിക്കേഷൻ ആണെങ്കിലും നമുക്ക് 8% തന്നെയാണ് വരിക. അപ്പൊ ഇതെല്ലാം എല്ലാ എക്സാംസിനും നമുക്ക് സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കുക. നമുക്ക് 8% വരുന്നത് സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈക്കും ഇലക്ട്രിഫിക്കേഷനും രണ്ടിനും 8% ആണ്. കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് 10% കണ്ടിൻജൻസീസ് 3 to 5%. Okay, next question. 21. The increase in volume of dry sand when water is added is called bulking. ഇതും പ്രീവിയസ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ സാൻഡിൽ ഉണ്ടാകുന്ന വോളിയം ഇൻക്രീസ്, ദാറ്റ് ഇസ് നോൺ ആസ് ബൾക്കിംഗ്. ഓപ്ഷൻ ബി. ഇപ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസിൽ ഏതിലെങ്കിലും നിങ്ങൾക്ക് ഡിസ്ക്രിപ്പൻസി തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടുക. അപ്പോൾ അത് റെഫർ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ചാറ്റ് ബോക്സിൽ എല്ലാവരും ലൈവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സ്പീഡ് എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Question number 22. The aggregate is called coarse aggregate if it is completely retained on. ഇതും ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്കറിയാം 4.75 mm റീറ്റെയിൻ ചെയ്യുന്നത് കോഴ്സ് അഗ്രിഗേറ്റും പാസ് ചെയ്യുന്നത് ഫൈൻ അഗ്രിഗേറ്റുമാണ് അല്ലെ.
അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 4.75 mm-C, ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, കാരണം ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് റീറ്റെയിൻഡ് ഓൺ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് 4.75 mm-C. Now question number 23. The compressive strength of stone is found out by. നമുക്ക് കുറേ ടെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അഗ്രിഗേറ്റ്സിലൊക്കെ പെർഫോം ചെയ്യുന്ന കുറേ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചോദിച്ചിരിക്കുന്നത് നമുക്ക് കംപ്രസീവ് സ്ട്രെങ്ത് ഏതെന്ന് കണ്ടുപിടിക്കാം എന്നാണ്. അപ്പോൾ കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ക്രഷിംഗ് ടെസ്റ്റ് ആണ്. ഇനി അട്രീഷൻ ആണെങ്കിൽ നമുക്ക് വിയർ ആൻഡ് ടിയർ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഹാർഡ്നെസ് ആണെങ്കിൽ റെസിസ്റ്റൻസ് ടു സ്ക്രാച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ഇമ്പാക്റ്റ് ആണെങ്കിൽ ടഫ്നെസ്. ടഫ്നെസ് എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് ടു ഇമ്പാക്ട് ലോഡ് ആണ്. ജയ് വിഷ്ണു ചോദിച്ചിരിക്കുന്നത് ഇനി മാസ് വേക്കൻസി ഉള്ള എക്സാം ഒന്നും ഇല്ലല്ലോ എന്നാണ്. നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ട് വിഷ്ണു, അത് മാസ് വേക്കൻസി ഉള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യാം നന്നായിട്ട്. ഇനി സമയമുണ്ട്, ജൂൺ 28 വരെ സമയമുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ PCB നമുക്ക് നല്ല വേക്കൻസി ഉള്ളൊരു എക്സാം ആണ് ഇനി വരുന്നത്. ഓക്കെ, ശരി. പിന്നെ കേരള വാട്ടർ അതോറിറ്റിയും വരുന്നുണ്ട് ഗ്രേഡ് 1. അതിനെല്ലാം നമുക്ക് ഈ എക്സാമിൽ നമുക്ക് പറ്റിയ മിസ്റ്റേക്സ് അടുത്ത എക്സാംസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആരും ഡീമോട്ടിവേറ്റഡ് ആവേണ്ട കാര്യമില്ല. ഓക്കെ, ശരി. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. നമുക്ക് കംപ്രസീവ് സ്ട്രെങ്ത് ക്രഷിംഗ് ടെസ്റ്റ് ആണ്. അട്രീഷൻ ആണെങ്കിൽ വിയർ ആൻഡ് ടിയർ ആണ് കണ്ടുപിടിക്കുക. ഹാർഡ്നെസ് ആണെങ്കിൽ റെസിസ്റ്റൻസ് ടു സ്ക്രാച്ച് ആണ്. ഇമ്പാക്ട് ടെസ്റ്റ് ടഫ്നെസ് ആണ്. Question number 24. The quantity of 1 bag of cement is. ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ ഇത് കണ്ടത് തന്നെയാണ്. ഇന്നത്തെ പരീക്ഷയ്ക്ക് തന്നെ 2 പ്രാവശ്യമാണ് ചോദിച്ചിരിക്കുന്നത്. വോളിയം എന്ന് പറയുന്നത് നമുക്കറിയാം 0.0345 മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ ഇവിടെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. ഓക്കെ, സോ ഓപ്ഷൻ എ ഇസ് ദ ആൻസർ. The kiln used for the manufacture of terracotta is. ഇപ്പൊ ടെറാക്കോട്ടയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന കിൽൻ എന്ന് പറയുന്നത് മഫിൾഡ് ഫർണേസ് ആണ്. ഇപ്പൊ ബാക്കിയുള്ളത് നിങ്ങൾക്ക് അറിയാം. റോട്ടറി കിൽ ഏതിനു വേണ്ടിയിട്ടാണ്? സിമെന്റിന് വേണ്ടിയിട്ടാണ്. ബ്ലാസ്റ്റ് ഫർണേസ് ആണെങ്കിൽ നമുക്ക് പിഗ് അയൺ എടുക്കാൻ പറ്റും. ഇന്റർമിറ്റൻ കിൽൻ ആണെങ്കിൽ ബ്രിക്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആ പറയുന്നത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. റോട്ടറി കിൽ ഇസ് ഫോർ സിമെന്റ്, ബ്ലാസ്റ്റ് ഫർണേസ് ഫോർ പിഗ് അയൺ, ഇന്റർമിറ്റൻ കിൽ ഫോർ ബ്രിക്സ് ആണ്. ഓക്കെ, ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഹൈഡ്രോളജി വേക്കൻസി കുറവാണോ? ഹൈഡ്രോളജി കുറച്ച് വേക്കൻസി കുറവാണ്. എങ്കിലും നമ്മൾ മാക്സിമം നമുക്ക് പറ്റുന്ന പോലെ എക്സാം എഴുതുക. കാരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി തന്നെ ആയിരിക്കണം എന്നില്ലല്ലോ. ഇപ്പൊ എക്സാം കഴിയുമ്പോഴത്തേക്കും കുറച്ച് കൂടാനും ഒക്കെ നമുക്ക് പറയാൻ പറ്റില്ല. അതൊന്നും നമ്മുടെ കയ്യിലല്ല. പക്ഷെ നമുക്കത് മാക്സിമം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. ഓക്കെ, ഈ എക്സാമിന് എത്ര വേക്കൻസി ഉണ്ടെന്ന് വൈദേഹി ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ വിളിച്ച നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് 2 വേക്കൻസീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത്രയും നമുക്ക് അറിയത്തുള്ളൂ. ഇനി അതിൽ കൂടുതലുണ്ടോ എന്നുള്ളത് അറിയില്ല. ഇപ്പൊ തൽക്കാലം നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ 2 വേക്കൻസി ആണ് പറഞ്ഞിരുന്നത്. പിന്നെ നിങ്ങൾ ഇത്രയും ഡീമോട്ടിവേറ്റഡ് ആവേണ്ട കാര്യമില്ല. ബിക്കോസ് ഓൾറെഡി കുറേ ലിസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആ ലിസ്റ്റ് നിന്നൊക്കെ ഒത്തിരി പേര് മൂവ് ആയിട്ട് പോകും. അപ്പൊ അതിലുള്ളവർ തന്നെ കോമൺ ഫാക്ടറായിട്ടും ഈ ലിസ്റ്റിലും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് മൂവ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പല ലിസ്റ്റിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും. ഓക്കെ, ശരി. ക്വസ്റ്റ്യൻ നമ്പർ 26. The compressive strength of fire bricks varies from. ഇത് നമ്മൾ പഠിക്കുന്നത് തന്നെയാണ്. 20 to 22 ന്യൂട്ടൺ പെർ mm² ആണ്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ വരിക. ഇതെല്ലാം നമ്മൾ അതേപോലെ വാല്യൂസ് പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. Now question number 27. Heating of limestone to redness in contact with air is known as. എന്താണ്? കാൽസിനേഷൻ ആണ്. സ്ലേക്കിംഗ് ആണെങ്കിൽ എന്താണ്? ലൈമിന്റെ കൂടെ വാട്ടർ ആഡ് ചെയ്ത് അത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്ലേക്കിംഗ് എന്ന് പറയാം. ഓക്കെ, സോ അഡീഷൻ ടു വാട്ടർ ഇസ് നോൺ ആസ് സ്ലേക്കിംഗ് ആൻഡ് കാൽസിനേഷൻ എന്ന് പറയുന്നത് ഹീറ്റിംഗ് ആണ് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. Now 28. ഒരാൾ ഓപ്ഷൻ എ അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ട്. ബ്രിക്സിന്റെ ആണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒരു ഡിസ്ക്രിപ്പൻസി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് പറയുന്നതായിരിക്കും. ഓക്കെ, ആൻ എക്സാമ്പിൾ ഫോർ shrinkage reducing admixtures is. ഇത് വീണ്ടും നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ വരികയാണ്. പ്രൊപ്പിലീൻ ഗ്ലൈക്കോൾ ആണ് നമ്മൾ shrinkage റിഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന അഡ്മിഷൻ.
സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 29. നമ്മൾ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ കാണുന്ന ഒരു പോർഷൻ ആണ്, വുഡിൽ നിന്ന് വരുന്നതാണ്, ടിമ്പറിന്റെ ക്രോസ് സെക്ഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ദ പാർട്ട് ഓഫ് ദ ട്രീ വിച്ച് ഹോൾഡ് ടുഗെദർ ദ ആനുവൽ റിംഗ്സ് ഓഫ് ഹാർഡ്വുഡ് ആൻഡ് സാപ്വുഡ് ഇസ്. ആൻസർ മെഡുലറി റേസ് ആണ്. ഇതെല്ലാം എല്ലാവർക്കും കറക്റ്റ് ആകാൻ തന്നെയാണ് ചാൻസ്, സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ്. സോ മെഡുലറി റേസ് ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഡിസ്ക്രിപ്പൻസീസ്, അത് നമുക്ക് തീർച്ചയായിട്ടും റെഫർ ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കും. ഓക്കെ, എങ്ങനെ ആ ഡൗട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നും കൂടി റെഫർ ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. Now question number 30. The carbon content of steel is. ഇത് നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നത് തന്നെയാണ്. 0.1 to 0.25% ആണ് സ്റ്റീലിൽ വരുന്ന കാർബൺ കണ്ടന്റ് എന്ന് പറയാം. ഓക്കെ, ഒരുപാട് കാർബൺ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ അതിന്റെ സ്ട്രെങ്ത് കുറയും, ഡക്റ്റിലിറ്റി കുറയാനൊക്കെ സാധ്യതയുണ്ട്. സോ നോർമലി നമ്മൾ പറയുന്ന 0.1 to 0.25% ആണ്. Now question number 31. ഇത് പെയിന്റ്സിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. The most common material used as vehicle of a paint is. Linseed oil ആണ് ആൻസർ വരിക. നമുക്കറിയാം വെഹിക്കിൾ ഓർ കാരിയർ, അതിനെല്ലാത്തിൻ്റെയും ഇതെല്ലാം വെഹിക്കിൾ ഓർ കാരിയർ തന്നെയാണ്. നട്ട് ഓയിൽ, ടങ് ഓയിൽ, പോപ്പി ഓയിൽ, ലിൻസീഡ് ഓയിൽ എല്ലാം വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയർ ആണ്. പക്ഷെ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ലിൻസീഡ് ഓയിലാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 32. ഇതും വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. The ability of materials to get stretched into a wire by pulling or drawing is known as ductility. Thin wires ആക്കി മാറ്റാൻ പറ്റുന്നത് ഡക്റ്റിലിറ്റി ആണ്. തിൻ ഷീറ്റ് ആയിട്ട് അടിച്ചു പരത്തി തിൻ ഷീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്നത് മാലിബിലിറ്റി ആണ്. ഓക്കെ, സോ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. Now question number 33. Horizontal projection of head or sill beyond the face of door and window frame is. ഡോറിന്റെ കമ്പോണൻസ് എല്ലാം നമ്മൾ പഠിക്കുന്നതാണ്. നമുക്കറിയാം പ്രൊജക്ഷനെ വിളിക്കുന്ന പേരെന്താണ്? ഹോൺ. ഹോൺ ഇസ് ദ പ്രൊജക്ഷൻ. ഓക്കെ, അപ്പൊ ഇതും എല്ലാവർക്കും ശരിയാവുന്ന തന്നെയാണ്. ദീപിക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡൗട്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അത് തീർച്ചയായിട്ടും റെഫർ ചെയ്ത് പറയുന്നതായിരിക്കും ദീപിക. മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ തിൻ ഷീറ്റ്സ് ആക്കി മാറ്റുന്നതാണ്. തിൻ വയേഴ്സ് ആക്കി മാറ്റുന്നതിനെയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയാം. ഓക്കെ, സ്റ്റീലിന്റെ ഒരു പ്രോപ്പർട്ടി ആണ് ഡക്റ്റിലിറ്റി. തിൻ ഷീറ്റ്സ് ആക്കുന്നത് മാലിബിലിറ്റി. Now question number 34. The window which is provided in a room which has greater ceiling height than the. ഇപ്പോൾ ആൻസർ വരുന്നത് ക്ലിയർ സ്റ്റോറി വിൻഡോയാണ്. നമുക്കറിയാം ബേ വിൻഡോ, ഡോർമർ വിൻഡോ എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അതൊന്നും വരത്തില്ല. ക്ലിയർ സ്റ്റോറി വിൻഡോ ആണ് ആൻസർ. ഓക്കെ, LSGD ഗ്രേഡ് 3 കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്തോ എന്ന് ചോദിച്ചിട്ടുണ്ട് വിഷ്ണു. LSGD ഗ്രേഡ് 3യുടെ കട്ട് ഓഫ് ഇപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് ഒരു ഇൻഫർമേഷൻ ഇല്ല. ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിഷ്ണുവിനെ അറിയിക്കും. ഓക്കെ, എത്ര പെട്ടെന്നാണോ കിട്ടുന്നത് അത്രയും പെട്ടെന്ന് അറിയിക്കാം. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 35. ഇതും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. A short section of wood or steel which are fixed on the principal rafters of trusses to support the purlin. നമ്മൾ പെർലിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്മോൾ സെക്ഷൻസ് എപ്പോഴും പഠിക്കുന്നതാണ് ക്ലീറ്റ്സ് ആണ്, അല്ലെങ്കിൽ ക്ലീറ്റ് ആംഗിൾസ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഹാഷ്മി ചോദിച്ചിട്ടുണ്ട് കട്ട് ഓഫ് കൂടുമോ എന്ന്. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെഷൻ്റെ ലാസ്റ്റ് ഒരു ലിങ്ക് ഇടുന്നതായിരിക്കും. എല്ലാവരും ദയവ് ചെയ്ത് അതിലേക്ക് പോൾ ചെയ്യണം. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണോ അത് നിങ്ങൾ അതിനകത്തേക്ക് പോൾ ചെയ്യുക. അപ്പം നമുക്ക് ആവറേജ് ആയിട്ട് ഒരു റേഞ്ച് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അത് നിങ്ങൾ അറിയിക്കുകയും ചെയ്യും. ഓക്കെ, ശരി. Now question number 6. The process of joining two wooden members at an angle is called. രണ്ട് വുഡൻ മെമ്പേഴ്സിനെ ജോയിൻ ചെയ്യുന്നതിനെ മിട്രിങ് എന്നാണ് പറയുക. ഒരു സിംഗിൾ പീസ് ഓഫ് വുഡ് ആണെങ്കിൽ നമുക്ക് അതിനെ സ്ക്രൈബിംഗ് എന്ന് പറയാം. Question number 37. In a residential building, the average value of stair width is. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലും ഒരു കാര്യമുള്ളത്, അക്കോർഡിംഗ് ടു KMBR റൂൾസ് ആണെങ്കിൽ നമുക്ക് 1000 mm ആണ് ആൻസർ വരിക. പക്ഷെ പ്രീവിയസ് PSC ആൻസർ കീ അനുസരിച്ചിട്ടാണെങ്കിൽ 900 mm വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. ഇതിൽ ഏതാണ് ആൻസർ കീ ഇപ്പോൾ PSC പബ്ലിഷ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ ഏതാണ് ആൻസർ കീയിൽ കൊടുക്കുന്നതെന്ന്. KMBR അനുസരിച്ച് ശരിക്കും 1000 mm വരണം. പക്ഷെ
നമ്മുടെ പ്രീവിയസ് PSC ആൻസർ കീ അനുസരിച്ച് 900 ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് PSC ആൻസർ കീ ഫൈനലായിട്ട് വന്നാലും നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുള്ളൂ. ആ ഒരു വ്യത്യാസം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 38. In ordinary residential building, the DPC may be provided. DPC നമ്മൾ എവിടെയാണ് കൊടുക്കുന്നതെന്നാണ് ചോദ്യം. സോ ആൻസർ അറ്റ് പ്ലിന്ത് ലെവലാണ്. നമ്മൾ പ്ലിന്ത് ലെവലിലാണ് സാധാരണയായിട്ട് DPC പ്രൊവൈഡ് ചെയ്യുക. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 39. Which chemical is used as a treatment for termite proofing? ടെർമൈറ്റ് പ്രൂഫിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഏത് കെമിക്കൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ആൽഡ്രിൻ ആണ്. ഓക്കെ, ബ്രോമിൻ, ക്ലോറിൻ ഒക്കെ ഡിസ്ഇൻഫെക്റ്റന്റ് ആണ്. ഇപ്പൊ ടെർമൈറ്റ് പ്രൂഫിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? ആൽഡ്രിൻ ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കുറച്ച് പേർക്ക് 800 ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, 900 ആണെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ പ്രീവിയസ് ആൻസർ കീ, PSCയുടെ പ്രീവിയസ് ആൻസർ കീസിലെല്ലാം 900 ആണ്. പക്ഷെ കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾസ് അനുസരിച്ചാണെങ്കിൽ 1000 mm ആണ് ആവറേജ് വാല്യൂ വരിക. അപ്പൊ അത് PSCയുടെ ഫൈനൽ ആൻസർ കീ വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, the type of bond in brick masonry consisting of alternate course of headers and stretchers. ഇത് നമുക്കറിയാം, ഇംഗ്ലീഷ് ബോണ്ട് ആണ് ആൻസർ വരിക. ഓൾട്ടർനേറ്റ് ആയിട്ട് ഹെഡേഴ്സും സ്ട്രെച്ചേഴ്സും കോഴ്സിൽ വരുന്നത് ഇംഗ്ലീഷ് ബോണ്ടിലാണ്. ഇതെല്ലാം PSCയുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അതെല്ലാവരും കറക്റ്റ് ആക്കിയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. Now question number 41. The portion of the brick left after removing the corner equal to half the width and half the length. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഹാഫ് വിഡ്ത്തും ഹാഫ് ലെങ്ത്തും വെച്ച് കട്ടായി പോകുന്നത് ഏതാണ്? കിങ് ക്ലോസർ ആണ്. സോ ദ ഓപ്ഷൻ ഇസ് ബി, കിങ് ക്ലോസർ. Question number 42. The portion of the wall which support an arch is wall which? Abutments ആണ്. ആർച്ചിന്റെ രണ്ട് സൈഡിലായിട്ട് സപ്പോർട്ട് കൊടുക്കുന്ന പാർട്സ് ഏതാണെന്നാണ് ചോദ്യം. അബട്ട്മെന്റ്സ് ആണ് ആൻസർ വരിക. സോ ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 43. ഇത് എല്ലാ പ്രീവിയസ് PSC ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കാണുന്നതാണ്. ഓവർസിയർ, ഡ്രാഫ്റ്റ്സ്മാൻ എല്ലാത്തിലും സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. An arrangement for supporting an unsafe structure temporarily till it is rendered safe or dismantled is shoring. എല്ലാവർക്കും അറിയാം, ടെമ്പററി ആയിട്ട് നമ്മൾ സേഫ് ആക്കുന്നത് ഷോറിംഗ് യൂസ് ചെയ്തിട്ടാണ്. സോ ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 44. When two footings are connected with a beam, connected by a beam, the foundation is called സ്ട്രാപ്പ് ഫൂട്ടിംഗ് അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. രണ്ട് ഫൂട്ടിങ്സിന് ഒരു ബീം കൊണ്ട് കണക്ട് ചെയ്യുന്നു. സോ ആൻസർ ഇസ് സ്ട്രാപ്പ് ഫൂട്ടിംഗ്. ഹരികൃഷ്ണ ചോദിച്ചിരിക്കുന്ന ഗ്രേഡ് 2 ആൻഡ് ഗ്രേഡ് 3 മാസ് വേക്കൻസി ഉള്ള എക്സാംസ് ഇനി ഉണ്ടാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കേരള വാട്ടർ അതോറിറ്റി ആണ് നമ്മൾ ഇനി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മാസ് വേക്കൻസി ഉള്ള എക്സാം എന്ന് പറയുന്നത്. ഇനി അറിയുന്ന അനുസരിച്ച് എന്താണ് വേക്കൻസി ഉള്ള പോസ്റ്റിന് വരാൻ ചാൻസ് ഉള്ളതനുസരിച്ച് എന്തായാലും ഇൻഫോം ചെയ്യാം. ഓക്കെ, ഡി ഓപ്ഷൻ അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അബട്ട്മെന്റ് ആണ് ശരിക്കും ആൻസർ വരുന്നത്. നിങ്ങൾക്ക് എന്തായാലും അങ്ങനെ ഒരു ഡിസ്ക്രിപ്പൻസി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കിയിട്ട് പറയാം. ഓക്കെ, റെഫർ ചെയ്ത് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ഡിസ്ക്രിപ്പൻസി ഉള്ളതെല്ലാം നിങ്ങളൊന്ന് നോട്ട് ചെയ്തിരുന്നാൽ മതി ചാറ്റ് ബോക്സിൽ. അത് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ എല്ലാവരെയും അറിയിക്കും. എന്താണ് അതിലുണ്ടായ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അറിയിക്കും, മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ അതുപോലെ തന്നെ പറയും. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ 45. The corresponding proportion of M7.5 concrete is? നമുക്കറിയാം, മിക്സ് പ്രപ്പോർഷൻസ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. 7.5 ആണെങ്കിൽ എന്ത് വരും? 1:4:8 വരും. അപ്പൊ ഇതിനകത്ത് 1:1.5:3 ആണെങ്കിൽ M20 ആണ്. 1:2:4 ആണെങ്കിൽ M15 ആണ് വരിക. 1:5:10 ആണെങ്കിൽ M5 ആണ് ആൻസർ വരിക. ഓക്കെ, സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന M7.5 ആണ്. ദാറ്റ് ഇസ് 1:4:8 ആണ്. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് പേര് ഇപ്പൊ ഡൗട്ട് പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 42 എന്തായാലും നിങ്ങൾ വിഷമിക്കേണ്ട. അങ്ങനെ ഒരു ഡിസ്ക്രിപ്പൻസി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റെഫർ ചെയ്ത് ആൻസർ പറയുന്നതായിരിക്കും. ഓക്കെ, ഡോണ്ട് വറി. Now, question number 46.
the slum height of concrete for canal lining is. Slum height നമുക്ക് എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ slum height വരുന്നത് 25 to 50 ആണ്. കനാൽ ലൈനിങ്ങിനാണെങ്കിൽ 25 to 50 ആണ് slum height. Now question number 47. Pile which are driven to an inclination to resist large horizontal or inclined forces is. ഇതും പല ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബാറ്റർ പൈൽസ് ആണ് ആൻസർ വരെ. അപ്പൊ ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്, കാരണം എല്ലായിടത്തും നമ്മൾ ഈ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Now question number 48. An example for four-centered arches. അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് four-centered arch ഏതാണ്? വെനീഷ്യൻ ആർച്ച് ആണ് four-centered arch ആയിട്ട് വരുന്നത്. Then ഫ്ലോറന്റൈൻ ആർച്ച് ആണെങ്കിൽ 3-centered ആണ്. ഓഗി ആർച്ച് ആണെങ്കിൽ 2-centered ആണ്. ഹോഴ്സ് ഷൂ ആർച്ച് ആണെങ്കിൽ 1-centered ആണ്. ഓക്കെ, സോ 4-centered ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ ഇസ് വെനീഷ്യൻ ആർച്ച്. Question number 49. The maximum strength out of the shearing and bearing strength of rivet for a particular joint is. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലുള്ള ഒരു ചെറിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ മാക്സിമം അല്ല, നമ്മൾ സാധാരണ മിനിമം ഓഫ് ഷിയറിംഗ് ആൻഡ് ബിയറിംഗ് സ്ട്രെങ്ത് ആണ് എന്തായിട്ട് എടുക്കുക? റിവറ്റ് വാല്യൂ ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ അതൊരു ചെറിയൊരു ക്വസ്റ്റ്യനിലുള്ള മിസ്റ്റേക്ക് ആണ്. പക്ഷെ ഇതിനകത്ത് നമുക്ക് ആകെ ആൻസർ ആയിട്ട് റിവറ്റ് വാല്യൂ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, സോ മിനിമം ഓഫ് ഷിയറിംഗ് ആൻഡ് ബിയറിംഗ് സ്ട്രെങ്ത് ഇസ് നോൺ ആസ് റിവറ്റ് വാല്യൂ. ഓപ്ഷൻ എ ആണ് ആൻസർ. Now question number 50. As per IS 456, the modular ratio for M30 grade concrete is. അപ്പൊ ഇത് നമുക്കറിയാം, ഒരുപാട് പ്രപ്പോർഷൻസ് നമുക്ക് ചോദിക്കാറുണ്ട് സാധാരണയായിട്ട്. അപ്പോൾ മോഡുലർ റേഷ്യോ എന്ന് പറഞ്ഞാൽ the modulus of elasticity of steel divided by the modulus of elasticity of concrete ആണ്. അപ്പോൾ മോഡുലർ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് നമുക്കുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 280 divided by 3 sigma CBC ആണ്. അപ്പൊ അതില് സിഗ്മ CBC എന്ന് പറയുന്ന പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ് ഇൻ ബെൻഡിങ് ഇൻ കോൺക്രീറ്റ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിന്റെ വാല്യൂ M30 ആയതുകൊണ്ട്, M30 ആണ് നമുക്ക് ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. സോ M30ക്ക് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂസ് നമുക്ക് ഓൾറെഡി അറിയാം, ഒരു ടേബിൾ പോലെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ് ഇൻ ബെൻഡിങ് ഇൻ കോൺക്രീറ്റ് അത് 10 വരും. അപ്പൊ അങ്ങനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് 9.33 ആണ്. 280 by 3 സിഗ്മ CBC. ഇതുപോലെ നമുക്ക് 25ന് വാല്യൂസ് ഉണ്ട്. ഇപ്പൊ M25 ആണ് ക്വസ്റ്റൻ എങ്കിൽ ഇത് എന്ത് വരും? 8.5 വരും. ഇനി അടുത്ത 20 ആണ് വരുന്നതെങ്കിൽ 7 വരും. 15 ആണ് വരുന്നതെങ്കിൽ 5 വരും. അപ്പൊ ആ വാല്യൂസ് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, കുറച്ച് പേര് സ്ലംബിന്റെ കാര്യത്തിൽ ഡിസ്ക്രിപ്പൻസി പറയുന്നുണ്ട്. 70 to 80 ആണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് തരും. ഓക്കെ, സെഷന്റെ ലാസ്റ്റ് അതിന്റെ ക്ലാരിഫിക്കേഷൻ തരുന്നതായിരിക്കും. ഡോണ്ട് വറി. ഓക്കെ, ഒരുപാട് പേര് അതിൽ പറയുന്നുണ്ട് 70 to 80 ആണ് നിമിയിൽ കൊടുത്തിരിക്കുന്നതെന്ന്. അപ്പൊ ഡോണ്ട് വറി, അപ്പൊ അത് എന്താണെന്ന് നോക്കിയിട്ട് അതിന്റെ ക്ലാരിഫിക്കേഷൻ തരാം. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ. Question number 51. The sign convention for bending moments in hogging കണ്ടീഷനിലുള്ള എത്രയാണെന്നാണ് ചോദ്യം വന്നേക്കുന്നത്. നെഗറ്റീവ് ആണ്. അപ്പോൾ സാഗിങ് ആണെങ്കിൽ പോസിറ്റീവ് ആണ്, ഹോഗിങ് ആണെങ്കിൽ നെഗറ്റീവ് ആണ്. ഓക്കെ, അതും ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്ത, നോമിനൽ കവർ പ്രൊവൈഡഡ് ഫോർ കോൺക്രീറ്റ് എക്സ്പോസ് ടു മോഡറേറ്റ് എക്സ്പോഷർ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 30 mm ആണ്. എത്രയാണ് മോഡറേറ്റ് എക്സ്പോഷറിനുള്ള കവർ എന്നാണ് ചോദ്യം. സോ ഓപ്ഷൻ ഡി 30 mm ആണ് ആൻസർ വരെ. Now question number 53. Dash is to make clear that which is not perfectly evident from numerals and sketches. So ഇത് എസ്റ്റിമേഷനിൽ വരുന്ന ഒരു ചോദ്യമാണ്. ഡേറ്റ ബുക്ക് ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ എ ഡേറ്റ ബുക്ക്. Question number 54. The difference between two measured value of the same quantity is known as discrepancy. സർവേയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എറേഴ്സ് ആൻഡ് മെഷർമെന്റ്സിലൊക്കെ പഠിക്കുന്നതാണ്. സോ ഡിസ്ക്രിപ്പൻസി ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സ്ക്യൂ ബാക്കിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. സ്ക്യൂ ബാക്കിന്റെയും സ്ലംബിന്റെയും ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്ത് തിരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ആ ക്ലാരിഫിക്കേഷൻ എന്തായാലും നിങ്ങൾ അറിയിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെന്റ് ഇസ് യൂസ്ഡ്
or uses radio wave for distance measurement? Tellurommeter ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് അഗെയിൻ സർവേയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ടെലൂറോമീറ്റർ. Question number 56, IS code for metric surveying chain. Metric surveying chain ന്റെ IS code ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. IS 1492-1970 is the answer. Question number 57. If the chain is stretched out of the line, the measured distance will always be more. Stretch ചെയ്ത് കഴിഞ്ഞാൽ measured distance കൂടുതലായിരിക്കും. Measured distance will be more. Question number 58. The true bearing of a line is the dash quantity. Constant ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, സോ അതും ഒന്ന് നോട്ട് ചെയ്തിരിക്കുക. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ വരിക. Question number 59. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഹോൾ സർക്കിൾ ബിയറിംഗ് ഓഫ് എ ലൈൻ ഇസ് 170 ഡിഗ്രി 12 മിനിറ്റ്സ്. വാട്ട് വിൽ ബി ദ റെഡ്യൂസ്ഡ് ബിയറിംഗ്? നമുക്കറിയാം ഹോൾ സർക്കിൾ ബിയറിംഗ് ആകുമ്പോൾ നോർത്തിൽ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യുക ഇൻ ദി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ റെഡ്യൂസ്ഡ് ബിയറിംഗ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എത്രയാണ് വരിക? 180 മൈനസ് 170 ഡിഗ്രി 12 മിനിറ്റ്സ് എന്ന് നമുക്ക് വരും. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആൻസർ കിട്ടും 9 ഡിഗ്രി 48 മിനിറ്റ്സ് എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഗോകുൽ കൃഷ്ണൻ ചോദിച്ചത് മൈക്രോവേവ് അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ശരിക്കും നമുക്ക് ആ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ചോദിച്ചിരിക്കുന്നത് റേഡിയോ വേവ് യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് ടെലിറോമീറ്ററിൽ മൈക്രോവേവ് ആണെങ്കിലും അത് റേഡിയോ വേവ് അതിൻ്റെ ഒരു പാർട്ടായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ടെലിറോമീറ്റർ എന്നൊരു ആൻസറും കൂടി വരുന്നത്. കാരണം ടെലിറോമീറ്ററിൽ മൈക്രോവേവ് ആണെങ്കിലും റേഡിയോ വേവ് അതിൻ്റെ ഒരു പാർട്ടായിട്ട് പലയിടത്തും കൺസിഡർ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ടെലിറോമീറ്റർ ആൻസർ ആയിട്ട് പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹോൾ സർക്കിൾ ബെയറിംഗ് നമ്മൾ ആൻസർ പറഞ്ഞു 9 ഡിഗ്രി 48 മിനിറ്റ്സ് ആണ്. Then the distance between the 2 point and the instrument station is either too large or cannot be measured. Which method is used in plane table? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഉള്ളൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റേഷൻ അല്ല, ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2 പോയിന്റ് മെത്തേഡും 3 പോയിന്റ് മെത്തേഡും നമുക്ക് വരുന്നത് എവിടെയാണ്? റിസെക്ഷനിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്താ വരിക? റിസെക്ഷൻ ആണ് വരിക. ഓക്കെ, സോ 2 പോയിന്റും ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനും ലൊക്കേറ്റ് ചെയ്യാൻ ആയതുകൊണ്ട് ആൻസർ ഇസ് ഓപ്ഷൻ സി, റിസെക്ഷൻ. Dash is a line passing through out on the surface of the ground and reserving a constant inclination to the horizontal. അത് നമുക്ക് അറിയാവുന്നതാണ്. കോണ്ടൂർ ഗ്രേഡിയന്റ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 62. The prismoidal correction is always. ഇതും നമുക്ക് സർവേയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സബ്ട്രാക്റ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടാണ് നമുക്ക് പ്രിസ്മോയിഡൽ കറക്ഷൻ വരുന്നത്. സോ പ്രിസ്മോയിഡൽ കറക്ഷൻ ഇസ് ഓൾവേസ് സബ്ട്രാക്റ്റീവ്. ഓപ്ഷൻ സി ആണ് ആൻസർ. Now question number 63. Dash the method is based on the principle that the angle between the tangent and the chord is equal to the angle with which the chord is subtended to the opposite segment. So answer is 2 theodolite method. വീണ്ടും സർവേയിലെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്കറിയാം നമ്മൾ ഈ മെത്തേഡ്സ് എല്ലാം പഠിക്കുന്നതാണ്. അപ്പോൾ 2 തിയോഡലൈറ്റ് മെത്തേഡിലാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു ബേസിസ്, തിയറി ബേസിസ് നമ്മൾ എടുക്കുന്നത്. സോ ആൻസർ ഇസ് 2 തിയോഡലൈറ്റ് മെത്തേഡ്. ജസീം പറഞ്ഞിട്ടുണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് നെക്സ്റ്റ് ടൈം നമ്മൾ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മളൊരു ഷോർട്ട് ടൈമിൽ പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിങ്ങളിലേക്ക് എത്തിച്ചത് കൊണ്ടാണ് അങ്ങനെയുള്ള ചെറിയ ക്വസ്റ്റ്യൻ മിസ്റ്റേക്സ് ഒക്കെ വരുന്നത്. എല്ലാവരുടെ കയ്യിലും ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളതാണ്. സോ അതൊരു വലിയൊരു പ്രോബ്ലം അല്ല. നമുക്കിപ്പോൾ ആൻസേഴ്സ് അറിയാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അടുത്ത പ്രാവശ്യം തൊട്ട് തീർച്ചയായിട്ടും നമ്മൾ ആ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ജസീമിൻ്റെ ആ ഒരു സജഷൻ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യുന്നതായിരിക്കും. Now, dash of a survey line may be defined as the coordinate length measured parallel to an assumed meridian direction. നമുക്കറിയാം മെറിഡിയന് പാരലൽ ആയിട്ട് എടുക്കുന്നത് ലാറ്റിറ്റ്യൂഡ് ആണ്, പെർപെൻഡിക്കുലർ ആയിട്ട് എടുക്കുന്നത് ഡിപ്പാർച്ചർ ആണ്. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ എ, ലാറ്റിറ്റ്യൂഡ്.
ഒരാൾ ചോദിച്ചിട്ടുണ്ട് അർച്ച ഇന്റർസെക്ഷൻ വരൂലേന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്റർസെക്ഷൻ ആണെങ്കിൽ നമുക്ക് ഇൻസ്ട്രുമെന്റ് പോയിന്റ്സും അതുപോലെ ഒരു സിംഗിൾ പോയിന്റും കൂടെ വരണം. അപ്പൊ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല, 2 പോയിന്റ് ആൻഡ് ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് റിസെക്ഷൻ ചൂസ് ചെയ്തത്. ഒരു ഡൗട്ട് നമുക്ക് വരാം, ഇന്റർസെക്ഷൻ വരൂലേ എന്നൊരു ഡൗട്ട് വരാം. പക്ഷെ 2 പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടും ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ, ജസീം ഉദ്ദേശിച്ചത് ക്വസ്റ്റ്യൻ പേപ്പറിലെ കാര്യമാണ്. ക്വസ്റ്റ്യൻ പേപ്പറിലും മിസ്റ്റേക്സ് ഉണ്ട്, സെന്റൻസ് ഫോർമേഷനിലൊക്കെ മിസ്റ്റേക്സ് ഉണ്ട്. പക്ഷെ ഒരു വിധം നമുക്ക് എന്താണ് പറയാ, സെന്റൻസിന്റെ മീനിങ് എടുത്ത് വെച്ചിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കുഴപ്പമില്ല, ആൻസർ എങ്ങനെയാണെന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാനൊക്കെ പറ്റും. ഓക്കെ, ഉണ്ട് ക്വസ്റ്റ്യൻ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഐ നോ ദാറ്റ്. ഓക്കെ, now dash allows the user to capture, collect and transform spatial and thematic data into digital form. Answer data input system ആണ്. നമുക്ക് AutoCADൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. So option C, data input system. Question number 66, which program is used for erecting perpendicular line to baseline? Reference line ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് ആൻസർ, റെഫറൻസ് ലൈൻ. ഇതെല്ലാം AutoCADൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. Question number 67, what is the distance of load from the fulcrum? നമുക്കറിയാം ലോഡ് ഫൾക്രവും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ലോഡ് ആം എന്ന് വിളിക്കും. എഫേർട്ടും ഫൾക്രവും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ എഫേർട്ട് ആം എന്നും വിളിക്കും. ഓക്കെ ഓക്കെ ലൈജ, അതെനിക്ക് ക്ലിയർ ആയി. ക്വസ്റ്റ്യൻ പേപ്പറിലെ മിസ്റ്റേക്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇറ്റ്സ് ഫൈൻ. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് അങ്ങനെ സെന്റൻസ് ഫോർമേഷനും മിസ്റ്റേക്സ്, ഗ്രാമാറ്റിക് മിസ്റ്റേക്സും എല്ലാം ഉണ്ട്. അത് PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ യൂഷ്വലി നമ്മൾ ഇടയ്ക്കൊക്കെ അങ്ങനെ കാണാറുണ്ട്. ഓക്കെ, എന്നാലും മാക്സിമം നമുക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി ആൻസർ എഴുതാനേ പറ്റുള്ളൂ. ഓക്കെ, so question number 68, the work done in unit time is called as, നമുക്കറിയാം പവർ ആണ്. വർക്ക് ബൈ ടൈം ആണ് പവർ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. Question number 69, 1 metric horsepower is dash watts. ഇതും നമുക്ക് സ്ഥിരമായിട്ട് ഡ്രാഫ്റ്റ്സ്മാൻ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണുന്നതാണ്. 735.5 watts ആണ് വരിക. So option A is the answer. 1 metric horsepower is 735.5 watts. Question number 70, the capacity of a body to do work is known as energy. ഇതെല്ലാം നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. Capacity to do work is called as energy. Question number 71, how many liters of water in a cylindrical tank of radius 75 cm and height 100 cm can hold? അപ്പോൾ ഇത് നമുക്ക് വർക്ക്ഷോപ്പ് കാൽക്കുലേഷനിൽ വരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് വോളിയം ഓഫ് സിലിണ്ടറിക്കൽ ടാങ്ക് ആവുമ്പോൾ πr² എന്ന് വരും അല്ലെ. അപ്പോൾ ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് 75 സെന്റിമീറ്റർ ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ സെന്റിമീറ്റർ ക്യൂബിൽ ഒരു ആൻസർ കിട്ടും. അതിനെ നമ്മൾ മീറ്റർ ക്യൂബിലാക്കി പിന്നീട് ലിറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 1 മീറ്റർ ക്യൂബ് ഇസ് ഈക്വൽ ടു 1000 ലിറ്റേഴ്സ് ആണ്. അത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഈ ഒരു കൺവേർഷൻ കൂടെ യൂസ് ചെയ്താലേ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുള്ളൂ. അപ്പൊ ഫൈനൽ ആൻസർ വരുന്നത് 1766.25 ലിറ്റേഴ്സ് ആണ്. So option C is the answer. Question number 72, നമുക്ക് മോസ്റ്റിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Deformation per unit length in the direction of force is known as linear strain ആണ്. പെർപെൻഡിക്കുലർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ലാറ്ററൽ സ്ട്രെയിൻ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആണ്, അതായത് പാരലൽ ടു ഫോഴ്സ് ആണ്. അപ്പൊ എന്ത് വരും? ലീനിയർ സ്ട്രെയിൻ ആണ് വരിക. പെർപെൻഡിക്കുലർ ആണെങ്കിൽ ലാറ്ററൽ സ്ട്രെയിൻ വരും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 73 AutoCADലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ആക്സിസ് യൂസ്ഡ് ടു ഷോ ഡെപ്ത് ഇൻ AutoCAD. ഓപ്ഷൻ എ W ആക്സിസ് ആണ് ആൻസർ വരിക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 57 കുറച്ച് പേര് ഡൗട്ട് പറയുന്നുണ്ട്, ലെസ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുള്ള എക്സ്പ്ലനേഷനും ക്ലാരിഫിക്കേഷനും നിങ്ങൾക്ക് തരും. ഓക്കെ, ഇങ്ങനെ ഡൗട്ട് തോന്നുന്ന ഏത് ക്വസ്റ്റ്യനും നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, അതിനുള്ള ക്ലാരിഫിക്കേഷൻ തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 57 തരുന്നതായിരിക്കും. Now question number 74, which command convert discrete objects in polyline? വീണ്ടും AutoCADലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ജോയിൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്.
Question number 75. Dash sets the spacing between the dimension lines of a baseline dimension. Answer is baseline space. ഇതും ഓട്ടോകാഡിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. W ആക്സിസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നേരത്തെ പറഞ്ഞ നമ്മുടെ ഓട്ടോകാഡിന്റെ ക്വസ്റ്റ്യനിൽ. Question number 76. What setting gradient allows us to fill an open area? Tolerance ആണ്. ഇതെല്ലാം ഓട്ടോകാഡിലെ ക്വസ്റ്റ്യൻസ് ആണ്. Tolerance is the answer. 77. Which of the following file extension cannot open the AutoCAD? AutoCAD open ചെയ്യാൻ പറ്റാത്തത് ഓപ്ഷൻ സി ഡോട്ട്. എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. ബാറ്ററി ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ മിനിമം അലൗബിൾ നമ്പർ ഓഫ് ലെയേഴ്സ് ഇൻ എ ഡ്രോയിങ്? 1 ആണ് ആൻസർ. നമുക്ക് മിനിമം നമ്പർ ഓഫ് ലെയേഴ്സ് എന്ന് പറയുന്നത് 1 ആണ്. സോ ഓപ്ഷൻ സി ഇസ് ദി ആൻസർ. Question number 79. Which of the following is not a property of an object? വീണ്ടും ഓട്ടോകാഡിലെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി മെഷർ ആണ് ആൻസർ. ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടി അല്ലാത്തത് മെഷർ ആണ്. Okay, so option B. Question number 80. The mechanical advantage of an ideal machine is 100. For moving 2 meter, the effort moves through the local through. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ അറിയാം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദി ലോഡ് ലിഫ്റ്റഡ് ബൈ എഫേർട്ട് അപ്ലൈഡ് ആണ്. ഡിവൈഡ് ബൈ എഫേർട്ട് അപ്ലൈഡ്. ഓക്കെ, അപ്പൊ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 100 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലോഡ് മൂവ് ചെയ്തത് 2 മീറ്റർ ആണെന്നും കൊടുത്തിട്ടുണ്ട്. എഫേർട്ട് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എഫേർട്ട് എന്ന് പറയുന്നത് എന്ത് വരും? 2 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.02 മീറ്റർ. സോ ദ ആൻസർ ഇസ് 0.02 മീറ്റർ. ഓപ്ഷൻ എ ആണ് ആൻസർ. Question number 81. The percentage of CCA proposed to be irrigated seasonally is called. ഇതിൽ ഓപ്ഷനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇന്റൻസിറ്റി ഓർ ഇറിഗേഷൻ അല്ല, ഇന്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ ആണ്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഇസ് ദി ആൻസർ. Question number 82. When seepage water is sufficient for the growth of the crop and if no additional surface watering is necessary, such a dam is known as. വാട്ടർ സ്പ്രെഡ് ഡാം ആണ്. അങ്ങനെ സീപ്പേജ് വഴി നമുക്ക് ഇറിഗേഷൻ ക്യാരി ചെയ്യാൻ പറ്റുന്നത് വാട്ടർ സ്പ്രെഡ് ഡാമിനാണ്. ബാക്കിയുള്ളതെല്ലാം നമുക്കറിയാവുന്നതാണ്. ഡൈവേർഷൻ ഡാം, വിയർ ഓർ ബാരേജ് ആണ്. ഗ്രാവിറ്റി ഡാം നമുക്കറിയാം, സെൽഫ് വെയിറ്റ് കൊണ്ട് എല്ലാത്തിനെയും റെസിസ്റ്റ് ചെയ്യുന്നതാണ്. ഡെബ്രിസ് ഡാം നമ്മൾ സിൽറ്റ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് യൂസ്, അല്ലെങ്കിൽ സിൽറ്റിന്റെ ഇറോഷൻ ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, വെലോസിറ്റി റേഷ്യോ എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എത്രത്തോളം അവിടെ മൂവ് ചെയ്തു, എഫേർട്ട് അപ്ലൈ ചെയ്തപ്പോൾ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് എടുക്കേണ്ടത്. വെലോസിറ്റി റേഷ്യോ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി ലോഡ് ബൈ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫേർട്ട് എന്നാണ് വരിക. പക്ഷെ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് നമുക്ക് അതേ ഇക്വേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, വെലോസിറ്റി റേഷ്യോ ആയിട്ട് പറഞ്ഞിട്ടില്ല. നൗ question number 83. Ganga canal system is an example of. ഇത് ശരിക്കും പറഞ്ഞ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പൊ ഗംഗ കനാൽ സിസ്റ്റം ഡയറക്റ്റ് ഇറിഗേഷൻ സിസ്റ്റത്തിലാണ് ആക്ച്വലി വരുന്നത്. അവിടെ നമുക്ക് സ്റ്റോറേജ് ഇല്ല. ഇറ്റ് ഇസ് എ ഡയറക്റ്റ് ഇറിഗേഷൻ ഓർ ഡൈവേർഷൻ സ്കീം ക്വസ്റ്റ്യൻ. ഓക്കെ, വൈദേഹി പറഞ്ഞത് കുറെ ക്വസ്റ്റ്യൻസ് മിസ്റ്റേക്സ് കാരണം വായിച്ചാൽ മനസ്സിലാകുന്നില്ലായിരുന്നു. ശരിയാണ്, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കൺഫ്യൂസിംഗ് ആയിട്ട് കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. Now question number 84. An opening provided in one side of a reservoir with upstream liquid level below the top edge of the opening is called. ഇത് നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഒരു ചോദ്യമാണ്. ആൻസർ വരുന്നത് നോച്ച് ആണ്. ഓക്കെ, സോ ഓപ്ഷൻ ബി is the answer, നോച്ച്. Question number 85. Structure provided to protect the land and property which is likely to be submerged
ഡ്യൂറിങ് പോണ്ടിങ് ഓഫ് വാട്ടർ ഓർ ഡ്യൂറിങ് ഫ്ലഡ്സ് ഇസ്. അതായത് ഫ്ലഡ് വരുമ്പോൾ രണ്ട് സൈഡിലേക്കും വെള്ളം കയറാതിരിക്കാൻ നമ്മൾ റിവേഴ്സിൽ കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ വർക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാർജിനൽ എംബാങ്ക്മെന്റ്സ് ആണ് നമ്മൾ ഈ ഫ്ലഡ് സബ്മർജൻസ് ഉണ്ടാവാതിരിക്കാനായിട്ട് കൊടുക്കുന്നത്. സോ ഓപ്ഷൻ സി ഇസ് ദ ആൻസർ, മാർജിനൽ എംബാങ്ക്മെന്റ്സ്. വിയർ അല്ല ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ പറയുന്ന ഡെഫിനിഷൻ നമ്മൾ ഈ കണ്ടത് അതേപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റുകളിൽ ഉള്ളതാണ്. അതിൽ ആൻ ഓപ്പണിംഗ് പ്രൊവൈഡഡ് ഓൺ ദ സൈഡ് ഓഫ് എ ടാങ്ക് ഓർ റിസർവോയർ വേർ അപ്സ്ട്രീം ലിക്വിഡ് ലെവൽ ഇസ് ബിലോ ദ ടോപ്പ് എഡ്ജ് ഓഫ് ദ ഓപ്പണിംഗ് എന്ന് പറയുന്ന നോച്ചാണ്. ഇതേ ഡെഫിനിഷൻ നമുക്ക് ടെക്സ്റ്റ് ബുക്സിൽ അവൈലബിൾ ആണ്. നോച്ചാണ് ആൻസർ വരിക. കാരണം റിസർവോയർ ആക്ച്വലി നമ്മൾ സൈഡിലല്ല കൊടുക്കുന്നത്. റിസർവോയറിൽ നമ്മൾ ഗാലറിക്കകത്ത് കൊടുക്കുന്നുണ്ട്, താഴെ ഡൗൺ സ്ട്രീം സൈഡിലൊക്കെയാണ് നോച്ച് കൊടുക്കുക. പക്ഷേ ഡെഫിനിഷൻ ഇങ്ങനെ നമുക്ക് ടെക്സ്റ്റ് ബുക്സിലുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നത്. ശരിക്കും സൈഡ് ഓഫ് ദ ടാങ്ക് എന്ന് വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് വരില്ലായിരുന്നു. പക്ഷെ ഡെഫിനിഷൻ ഇതേപോലെ സെയിം ഡെഫിനിഷൻ നമുക്ക് ടെക്സ്റ്റ് ബുക്സിലുണ്ട്. മുഹമ്മദ് അത് ചോദിച്ചു, ജെന്യൂൻ ആയിട്ട് തോന്നുന്നതാണ്. പക്ഷെ കാര്യം ഇതാണ്. ഓക്കെ, നോച്ച് തന്നെയാണ് ആൻസർ വരിക, വിയർ അല്ല. കാരണം വിയറിൽ നമുക്ക് ടോപ്പ് എഡ്ജിന് താഴെ അല്ല വരുന്നത് ലിക്വിഡ് ലെവൽ വരുന്നത്, അതിന് മേളിലൂടെയാണ് വാട്ടർ പാസ് ചെയ്യുക. ഓക്കെ, now question number 86. Mechanism that receives data from the wind vane and instructs the wind turbine to rotate to be facing the wind is known as yaw drive എന്നാണ് പറയാം. അതായത് വിൻഡ് ടർബൈൻസിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. yaw drive is the answer. Option D. Now question number 87. When wheels slide without revolving, the phenomenon is called സ്കിഡിങ്. നമ്മൾ സ്കിഡിങ് സ്ലൈഡിങ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. കണ്ടിന്യൂസ് കോണ്ടാക്ട് വിത്ത് സർഫസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്ലൈഡിങ് എന്നാണ് വിളിക്കുക. പക്ഷെ അൺകൺട്രോൾഡ് മാനറിൽ മൂവ് ചെയ്യുന്നതാണ് സ്കിഡിങ്. സോ ഓപ്ഷൻ എ ഇസ് ദ ആൻസർ, സ്കിഡിങ്. ഓക്കെ, 73 ക്വസ്റ്റ്യൻ കുറച്ച് പേര് ഡൗട്ട് പറഞ്ഞിരുന്നു. അതിന്റെ ആൻസർ ഇസഡ് ആക്സിസ് ആണ്. ഓക്കെ, ആൻസർ മാർക്ക് ചെയ്തപ്പോൾ വന്ന ഒരു മിസ്റ്റേക്ക് ആണ്. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. ഡബ്ല്യു ആക്സിസ് അല്ല, ഇസഡ് ആക്സിസ് ആണ്. ഓക്കെ, ഒരാൾ ചോദിച്ചിരുന്നു, ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അതിന്റെ ക്ലാരിഫിക്കേഷൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 73, ആൻസർ ഇസ് ഇസഡ് ആക്സിസ്. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 88. The recommended land width of major district roads in open areas in plain and rolling terrain in meters. നമുക്ക് ആൻസർ വരുന്നത് 25 ആണ്. സോ നമുക്കറിയാം, നമ്മൾ ഇങ്ങനെ ഒരു ടാബുലർ കോളം പഠിച്ചിട്ടുണ്ട്. ഇവിടെ NHും സ്റ്റേറ്റ് ഹൈവേസ് 45 വരും. മേജർ ഡിസ്ട്രിക്ട് റോഡാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്, അത് 25 ആണ്. അതർ ഡിസ്ട്രിക്ട് റോഡ് 15 ആണ്. ദെൻ വില്ലേജ് റോഡ്സ് 12 ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ടേബിളിൽ നമുക്ക് ഇതേപോലെ പല ഹൈവേസിനും പല റോഡ്സിനും ഉള്ള വിഡ്ത്ത് ചോദിക്കാവുന്നതാണ്. സോ ഇതാണ് അതിന്റെ റെഫറൻസ്. ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടിയാണ് റെഫറൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. Question number 89. The method of construction of cement concrete roads where entire width of the road is constructed continuously from one end to the other is called continuous bay method എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഓപ്ഷൻ ബി. Okay. Now question number 90. Culverts suitable in high discharge areas and low debris flow areas is. ആർച്ച് കൾവേർട്ട് ആണ് നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്ലാബ് കൾവേർട്ടിനും ഇത് തന്നെയാണ്, ഹൈ ഡിസ്ചാർജസ് ആൻഡ് ലോ ഡെബ്രിസ് ഫ്ലോ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ ആർച്ച് കൾവേർട്ട് മാത്രമേ ഓപ്ഷനിലുള്ളൂ, അതുകൊണ്ട് കൺഫ്യൂഷൻ വരില്ല. ഓക്കെ, സോ ഹൈ ഡിസ്ചാർജ് ആൻഡ് ലോ ഡെബ്രിസ് ഫ്ലോ നിങ്ങൾ നിമിയുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ ആർച്ച് കൾവേർട്ടിനും പറഞ്ഞിട്ടുണ്ട്, സ്ലാബ് കൾവേർട്ടിനും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്ലാബ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആർച്ച് കൾവേർട്ട് ചൂസ് ചെയ്യാം. സോ ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. Question number 91. Which pier is adopted if the longitudinal beams of girders of the superstructure of bridge are closely spaced? Answer വരുന്ന ഓപ്ഷൻ ഡി ആണ്, കോളം ബെഡ്സ്. ഓക്കെ, ടൈപ്പ് ഓഫ് പിയേഴ്സിൽ വരുന്ന ടോപ്പിക്കാണ്. ഓക്കെ, നൺ ഓഫ് ദീസും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആർച്ച് കൾവേർട്ടിൽ ഹൈ ഡിസ്ചാർജ് ആൻഡ് ലോ ഡെബ്രിസ് ഫ്ലോ ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നൺ ഓഫ് ദീസ് എടുക്കാത്തത്. സ്ലാബ് കൾവേർട്ടിനും സെയിം ആണ്. ആർച്ച് കൾവേർട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് ആർച്ച് കൾവേർട്ട് എടുക്കാം. Question number 92. The structure made of stones or concrete blocks or mattresses placed on the bottom or banks of a river for minimizing and controlling the erosion. ഇത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതാണ്.
റിവെറ്റ്മെന്റ് ആണ് ആൻസർ. ഓക്കെ, നമ്മൾ ഇറോഷൻ കൺട്രോൾ ചെയ്യാൻ പ്രൊട്ടക്ഷൻ ആയിട്ട് കൊടുക്കുന്നതാണ് റിവെറ്റ്മെന്റ്. ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ. 93. Standard size of ballast for CTS 9 and steel sleepers is 40 mm. നമുക്ക് റെയിൽവേയിൽ വരുന്ന ഒരു ടോപ്പിക് ആണ്. 40 mm ആണ് ആൻസർ. 94. The defect caused when the rail with its end or ends bend in the vertical direction. ഇതും റെയിൽവേയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹോഗിംഗ് ഓഫ് റെയിൽസ് ആണ് ആൻസർ. ഓപ്ഷൻ സി ഇസ് ദി ആൻസർ. Question number 95. Which is the structure constructed in the form of a chamber along the sewer line to admit clear rainwater into the combined sewer? Sanitary engineering il varuna question aanu. Catch basin. Option A aanu answer aayittu varum. Question number 96. Slow sand filter is unsuitable for waters having turbidity more than. നമുക്ക് slow sand filter ഏത് turbidity il വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ മോർ ദാൻ 50 ppm ആയി കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി 50 ppm. 97. വാട്ട് ഈസ് ദ yield ഓഫ് റാപ്പിഡ് സാൻഡ് ഫിൽട്ടേഴ്സ് ഇസ് കമ്പയർഡ് ടു സ്ലോ സാൻഡ് ഫിൽട്ടേഴ്സ്? നമുക്ക് yield നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 30 ടൈംസ് ആണ് വരിക. കാരണം സ്ലോ സാൻഡ് ഫിൽട്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 3000 to 6000 ലിറ്റേഴ്സ് പെർ അവർ പെർ മീറ്റർ സ്ക്വയർ വരും. പക്ഷേ റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിന് ഒരു 3000 to 6000 ലിറ്റേഴ്സ് പെർ അവർ പെർ മീറ്റർ സ്ക്വയർ വരും. സ്ലോ സാൻഡ് ഫിൽറ്റർ ആണെങ്കിൽ ഒരു 100 to 200 ലിറ്റേഴ്സ് പെർ അവർ പെർ മീറ്റർ സ്ക്വയർ വരും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ക്ലിയർ ആണ്, നമുക്ക് 30 ടൈംസ് ആണ് വരുന്നത്. സ്ലോ സാൻഡ് ഫിൽറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ 30 ടൈംസ് ആണ് റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിന്റെ yield വരിക. ഓക്കെ, ശ്യാമ പറയുന്നുണ്ട് സിവിലിയൻസ് ക്ലാസ്സിൽ നിന്നാണ് ആൻസർ റിവെറ്റ്മെന്റ് എന്ന് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞതിൽ സന്തോഷമുണ്ട് ശ്യാമ, താങ്ക് യു. സോ ക്വസ്റ്റ്യൻ നമ്പർ 98. വാട്ടർ ടാപ്സ് ആർ ഓൾസോ നോൺ ആസ്. വാട്ടർ ടാപ്സിന് വേറൊരു പേരാണ് ബിബ് കോക്സ് എന്ന് പറയാറുണ്ട്. ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 99. Valves provided to remove the accumulated silt is called. ഇതും നമുക്ക് സാനിറ്ററി എഞ്ചിനീയറിംഗിൽ വരുന്നതാണ്. മഡ് വാൽവ്, സ്കോർ വാൽവ്, ബ്ലോ വാൽവ് എല്ലാം ഒരേ സാധനം തന്നെയാണ്. സോ ആൻസർ വരുന്നത് ഓൾ ദി എബവ് ആണ്. ഓപ്ഷൻ ഡി ഇസ് ദി ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 100. The sloped floor of a manhole or inspection chamber on both sides and above the top of the channel is called as benching. Benching എന്നാണ് അതിനെ പറയുക. ഓക്കെ, അപ്പോൾ നമ്മുടെ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിനകത്ത് കുറേ പേര് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻസ് ഡൗട്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ദെൻ കട്ട് ഓഫ് ചോദിച്ചിട്ടുണ്ട്. കട്ട് ഓഫ് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരു ലിങ്ക് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിലൊന്ന് പോൾ ചെയ്യുക. നിങ്ങളിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണോ മാർക്ക് കിട്ടിയത്, കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് തീർച്ചയായിട്ടും കൺഫ്യൂഷൻ ഉണ്ട്, എങ്കിലും എത്രയാണ് ഇപ്പോൾ ഉള്ള ഒരു ഡിസ്കഷൻ വെച്ച് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടുള്ളത്, ആ മാർക്ക് നിങ്ങളൊന്ന് പോൾ ചെയ്യാം. അപ്പോൾ പോൾ ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ഏകദേശം ഒരു കട്ട് ഓഫ് എത്രയായിരിക്കും എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആൻസേഴ്സ് എല്ലാം ഇപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർക്ക് ഇനിയും വരാനുണ്ട്. അപ്പോൾ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും. അത് എന്താണ് ക്ലാരിഫിക്കേഷൻ, എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ടും അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് മാർക്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. പ്രതീക്ഷയോടെ തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം ഓരോ എക്സാംസിന് നമുക്ക് ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രശ്നം വരും. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ആൻസേഴ്സ് ആയിരിക്കണം എന്നില്ല, നമ്മൾ വിചാരിച്ചതായിരിക്കണം എന്നില്ല, പക്ഷെ അതിനൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള മാർക്ക് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ലിങ്ക് ഉടനെ തന്നെ വരുന്നതായിരിക്കും. മുഹമ്മദ് ചോദിച്ചിട്ടുണ്ട്, അതിലേക്ക് നിങ്ങളുടെ പോൾ ചെയ്യുക, എത്രയാണെന്നുള്ളത് ചെയ്യുക, അത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ കട്ട് ഓഫിനെ കുറിച്ച് തന്നെയാണ് ഒരുപാട് പേരും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പം നമുക്ക് കറക്റ്റായിട്ടൊന്നും പറയാനായിട്ടില്ല. എല്ലാവരും പോൾ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, സോ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ളതെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഒരുപാട് പേര് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അതെല്ലാം തന്നെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി വരുന്ന എക്സാംസിനും ഇപ്പോൾ എഴുതി കഴിഞ്ഞ എക്സാംസിനും എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും ലിസ്റ്റിൽ കയറണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. ഓക്കെ,
സോ നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്കിനും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സിന് നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.